നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇവല്യൂഷണറി പ്രോസസ് മോഡലാണ്. ഓക്കെ, ഇവല്യൂഷണറി പ്രോസസ് മോഡൽ അതിൽ വരുന്ന 2 ടൈപ്പ് നമുക്ക് പഠിക്കാനുള്ളത്, ഒന്ന് പ്രോട്ടോടൈപ്പും ദെൻ സ്പൈറലും. ഓക്കെ, അപ്പം നമ്മൾ ഇൻക്രിമെൻ്റൽ മോഡൽ പറഞ്ഞു. ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ടാസ്ക് അല്ലെങ്കിൽ നമ്മളുടെ റിക്വയർമെൻറ്റ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കും. ദെൻ എന്താണ്, റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് ഫസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ ഡെവലപ്പ് ചെയ്യും, അത് കസ്റ്റമർക്ക് കൊടുക്കും. കസ്റ്റമറിൻ്റെ റിവ്യൂ അനുസരിച്ചിട്ട് അടുത്ത ഫേസ് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മളുടെ ഹൗസ്, ഓക്കെ, ഇപ്പം നമ്മളൊരു പുതുതായിട്ടൊരു വീട് വെക്കുകയാണ്. അപ്പം നമ്മളെന്താ ആദ്യം ഫൗണ്ടേഷൻ, ഓക്കെ, ആദ്യം ഫൗണ്ടേഷൻ വർക്ക്. അപ്പോൾ അത് കംപ്ലീറ്റായി, അത് കറക്റ്റാണ്, അത് കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ സെക്കൻഡ് സ്റ്റേജ്, അതായത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകും. ഓക്കെ, ദെൻ അത് ഫുൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, ഇത് ഇൻക്രിമെൻ്റൽ മോഡലിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ആദ്യം ഫുൾ ഫൗണ്ടേഷൻ വർക്ക് അത് ഫുൾ കറക്റ്റ് ആണെങ്കിൽ മാത്രം അടുത്ത സ്റ്റെപ്പ് അങ്ങനെ. അപ്പോൾ ഇവിടെ ഒരു കംപ്ലീറ്റ് ആവുന്നുണ്ട് വർക്ക്. ഇപ്പം നമ്മളിപ്പം ഫസ്റ്റ് ഫ്ലോറിലെത്തിയതിന് ശേഷം ഫൗണ്ടേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. അത് പറ്റുമോ? അതാണ് ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇവല്യൂഷണറി മനസ്സിലായല്ലോ അത്. അപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്ത് അത് കറക്റ്റ് വർക്കിംഗ് ആയാൽ മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, ദെൻ ഇവല്യൂഷണറി അല്ലെങ്കിൽ ഐട്രേറ്റീവ് മോഡൽ. ഇവല്യൂഷണറി അല്ലെങ്കിൽ വേറൊരു പേര് അതിനെ പറയുന്നതാണ് ഐട്രേറ്റീവ്. ഓക്കെ, ഇവല്യൂഷണറി അല്ലെങ്കിൽ ഐട്രേറ്റീവ് മോഡൽ ഇതിൽ എങ്ങനെയാണ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഇതിൽ ഇൻക്രിമെൻ്റൽ മോഡലിൽ നമുക്ക് ബേസിക്കായി കുറച്ച് റിക്വയർമെൻറ്റ്സ് ഒക്കെ അറിയാം. ഓക്കെ, അത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഒരു സ്റ്റെപ്പ് ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക, അങ്ങനെയാണ്. പക്ഷേ ഇവല്യൂഷണറി പ്രോസസ് മോഡൽ അല്ലെങ്കിൽ ഐട്രേറ്റീവ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും യൂസ് ചെയ്യുക കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് നമ്മൾ ഐട്രേറ്റീവ് മോഡൽ അല്ലെങ്കിൽ ഇവല്യൂഷണറി മോഡൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോൺ തന്നെയായിരിക്കും. എന്തെങ്കിലും കുറച്ചറിയാം അല്ലെങ്കിൽ തീരെ അൺനോൺ എന്ന് പറയാം. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇവല്യൂഷണറി പ്രോസസ് മോഡൽ യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ഇതിൽ ഫസ്റ്റ് പറയുന്നത് പ്രോട്ടോടൈപ്പ് മോഡലാണ്. അപ്പം പ്രോട്ടോടൈപ്പ് മോഡലിൽ നമ്മൾ പറയുന്ന സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, then quick plan, modeling, quick design, construction of prototype, deployment, delivery and feedback. ഓക്കെ, ഇതാണ് പ്രോട്ടോടൈപ്പ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് റിക്വയർമെൻറ്റ്സ് ഗ്യാദർ ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഒന്നും അറിയലുണ്ടാവില്ല എങ്ങനെ വേണം ആ പ്രൊജക്റ്റ് എന്നുള്ളത്. ഓക്കെ, ദെൻ അത് വെച്ചിട്ട് പെട്ടെന്നൊരു പ്ലാൻ ഉണ്ടാക്കും. ദെൻ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആ മോഡൽ കസ്റ്റമറിന് കൊടുക്കും. മോഡൽ ക്രിയേറ്റ് ചെയ്യും. ദെൻ അതിൻ്റെ കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും, കസ്റ്റമറിന് കൊടുക്കും. ദെൻ കസ്റ്റമർ അത് ഓക്കെ ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അത് അവർ ആക്സെപ്റ്റ് ചെയ്ത് പിന്നെ ബാക്കി എന്തൊക്കെയാണോ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നടക്കും. ദെൻ കസ്റ്റമറിന് അത് ശരിയാവുന്നില്ല, അവർ വിചാരിച്ചത് അതല്ല, അപ്പോൾ അവരത് ഒഴിവാക്കും. ഓക്കെ, അതിനെ നമ്മൾ ത്രോയബിൾ പ്രോട്ടോടൈപ്പ് എന്നൊക്കെ പറയും. മനസ്സിലായല്ലോ? അപ്പോൾ അത് ഒന്നായിട്ട് ഒഴിവാക്കിയിട്ട് വീണ്ടും പുതുതായിട്ടൊന്ന് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അത് കോസ്റ്റൊക്കെ കൂടുതലാവുന്ന ഒരു കേസാണ്. ഓക്കെ, A prototype model is one of the most popularly used software development lifecycle model. This model is used when customers do not know the exact project requirements beforehand. In this model, a prototype of the end product is first developed, tested and refined as per customer feedback repeatedly till a final acceptable prototype is achieved, which forms the basis for developing final project.
In this process model, the system is partially implemented before or during the analysis phase, thereby giving the customer an opportunity to see the product early in the life cycle. ഓക്കെ, അപ്പോൾ അവർക്ക് എന്ത് പ്രൊജക്റ്റാണോ ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്തു, ദെൻ ആ പ്രൊഡക്റ്റ് കസ്റ്റമറിന് കൊടുക്കുന്നു, ദെൻ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്നു. ഓക്കെ, ദി പ്രോസസ് സ്റ്റാർട്ട്സ് ബൈ ഇൻ്റർവ്യൂയിങ് ദി കസ്റ്റമർ ആൻഡ് ഡെവലപ്പിംഗ് ദി ഇംപ്ലിമെൻറ്റ് ഹൈ ലെവൽ paper model. This document is used to build the initial prototype supporting only the basic functionality as desired by the customer. ഓക്കെ, ഇപ്പോൾ ഒരു പ്രോട്ടോടൈപ്പ് മോഡൽ കൊടുക്കുന്നു, അത് യൂസറിന് എന്താണ് എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ചസ് റിക്വയർമെൻറ്റ് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വരുത്തിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എല്ലാം അവർക്കത് എൻറ്റയർലി വേണ്ടെങ്കിൽ അത് എൻറ്റയർലി കളഞ്ഞിട്ട് വീണ്ടും പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ പ്രൊഡക്റ്റ് അത് കസ്റ്റമറിന് കൊടുക്കുന്നു അവരുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട്. അപ്പം ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, മനസ്സിലായല്ലോ. Once the customer figure out problem, the prototype is further refined to eliminate them. The process continues till the user approve the prototype and find working model to satisfactory. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ചിലപ്പം എൻറ്റയർ ആയിട്ട് നമുക്കത് കളയേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തിയിട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ. അപ്പം ഇത് എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു വർക്കിംഗ് മോഡൽ എറ്റ് ദി എൻഡ് ഇങ്ങനെ ത്രോ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിവാക്കി ചേഞ്ചസ് എടുത്ത് എന്താണ് ഏറ്റവും ലാസ്റ്റ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നത് വരെ ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, advantages എന്തൊക്കെയാണ്? The customer get to see the partial product early in the life cycle. This ensures a greater level of customer satisfaction and comfort. New requirements can be easily accommodated as there is scope for refinement. Okay, missing functionalities can be easily figure out. Then errors can be detected much earlier, thereby saving a lot of effort and cost besides enhancing the quality of the software. The developed prototype can be reused by the developer for more complicated project in the future. Okay, അപ്പോൾ ഒരു പ്രാവശ്യം ഡെവലപ്പ് ചെയ്ത പ്രോട്ടോടൈപ്പ് ആ ഒരു മോഡൽ നെക്സ്റ്റ് വേറെ ഏതെങ്കിലും പ്രൊജക്റ്റിന് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലെക്സിബിലിറ്റി ഇൻ ഡിസൈൻ ഉണ്ട്. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി വിത്ത് റെസ്പെക്ട് ടു ടൈം ആസ് വെൽ ആസ് മണി. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമറിന് തീരെ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ അവർ അത് കളഞ്ഞിട്ട് വേറെ ഒന്നും ഉണ്ടാക്കേണ്ടി വരും. പിന്നെ എന്താണ് റിക്വയർമെൻറ്റ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമും എല്ലാം കൂടും. ഓക്കെ, അതാണ് thereby too much variation in requirements each time the prototype is evaluated by the customer. Poor documentation, പ്യുവർ ആയിട്ടുള്ള പുവർ ഡോക്യുമെൻറ്റേഷൻ ആയിരിക്കും, ബിക്കോസ് റിക്വയർമെൻറ്റ്സ് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് വെരി പിന്നെന്താണ് കസ്റ്റമറിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും അതായത് ചേഞ്ചസും എന്താണ് അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെവലപ്പേഴ്സിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താണ് ദർ ഈസ് അൺസർട്ടനിറ്റി ഇൻ ഡിറ്റർമിനിങ് ദി നമ്പർ ഓഫ് ഇറ്ററേഷൻസ് ദാറ്റ് വുഡ് ബി റിക്വയർഡ് ബിഫോർ പ്രോട്ടോടൈപ്പ് ഈസ് ഫൈനലി ആക്സെപ്റ്റഡ് ബൈ ദി കസ്റ്റമർ. ഓക്കെ, പിന്നെ എന്താണ് ഡെവലപ്പേഴ്സ് ഇൻ ഹറി ടു ബിൽഡ് പ്രോട്ടോടൈപ്പ് മേ ബി എൻഡ് അപ്പ് വിത്ത് അതായത് ഒപ്റ്റിമൽ ആയിരിക്കില്ല സൊല്യൂഷൻസ്, കാരണം തിരക്കിട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. Okay, the customers might lose interest in the product if he or she not satisfied with the initial prototype. Okay, first the prototype satisfaction അവർക്ക് അതിനുള്ളവരുടെ ഒരു ഇൻട്രസ്റ്റ് കുറയും. ഇപ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത്. The prototype model should be used when requirements of the product are not clearly understood or unstable. It can also be used if requirements are changing quickly. Okay, this model can be successfully used for developing user interfaces. ഓക്കെ, സക്സസ്ഫുള്ളി യൂസ് ഈ ഒരു മോഡൽ സക്സസ്ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റും എപ്പം യൂസർ ഇൻ്റർഫേസ് ഡെവലപ്പ് ചെയ്യുമ്പം. ഹൈ ടെക്നോളജി സോഫ്റ്റ്വെയർ ഇൻറ്റൻസീവ് സിസ്റ്റം ആൻഡ് സിസ്റ്റം വിത്ത് കോംപ്ലക്സ് അൽഗോരിതം ആൻഡ് ഇൻ്റർഫേസസ്. ഇറ്റ് ഓൾസോ വെരി ഗുഡ് ചോയ്സ് ടു ഡെമോൺസ്ട്രേറ്റ് ദി ടെക്നിക്കൽ ഫീസിബിലിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത്. സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത് മൈട്രേറ്റീവ് മോഡലാണ്. ഓക്കെ, അപ്പം ഈ സ്പൈറൽ മോഡലിൽ റിസ്ക് കൂടുതലായിട്ടുള്ള, കാരണം ചില പ്രൊജക്റ്റ് ചെയ്യുമ്പം ചില അൺനോൺ ഫാക്ടേഴ്സ് വരാം, അതാണ് ഈ റിസ്ക് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ
ദി റിസ്ക് അപ്പം ആക്സസിങ് ഡേറ്റ ഫ്രം റിമോട്ട് ഡേറ്റാബേസ്. ഓക്കെ, റിമോട്ട് ഡേറ്റാബേസ് നമ്മൾ ഡേറ്റ ആക്സസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ഒരു ഡേറ്റ ആക്സസ് റേറ്റ് എന്ന് പറയുന്നത് സ്ലോ ആവും. ഓക്കെ, ഈ ഒരു സംഭവം നമുക്ക് ഫസ്റ്റ് തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഇതാണ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്താണ് ഒരു അൺനോൺ ഫാക്ടേഴ്സ് വരാൻ ചാൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? ദി റിസ്ക് ക്യാൻ ബി റിസോൾവ് ബൈ ബിൽഡിങ് എ പ്രോട്ടോടൈപ്പ് ഓഫ് ഡേറ്റ ആസ്. അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ ആസ് എ സബ്സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതാണ്. അപ്പോൾ അതിനൊരു സബ്സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഡേറ്റ ആക്സസ് സ്ലോ ആയി കണ്ടു കഴിഞ്ഞാൽ അതിനൊരു സബ്സിസ്റ്റം നമ്മൾ ഡേറ്റ ആക്സസ് ഫാസ്റ്റായിട്ട് എങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ്സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അതാണ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ചില അൺനോൺ ഫാക്ടേഴ്സ് നമ്മൾ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പം വരാം. അങ്ങനത്തെ അൺനോൺ ഫാക്ടേഴ്സ് വരാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റുകളിലാണ്, അതായത് റിസ്ക് കൂടുതലായിട്ടുള്ള പ്രൊജക്റ്റുകളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? സ്പൈറൽ മോഡൽ യൂസ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിക്വയർമെൻറ്റ്സ് അൺനോൺ ആവും. പിന്നെ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ഷൻ വേണ്ട. അങ്ങനത്തെ ഒക്കെ എല്ലാ പ്രൊജക്റ്റുകളിലും ലോങ് ടേം പ്രൊജക്ട്സിലൊക്കെ സ്പൈറൽ മോഡൽ യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ കോസ്റ്റ്, ഷെഡ്യൂള്, ഇതൊന്നും കൂടുതലായിട്ടുള്ള പ്രൊജക്റ്റുകൾക്കും ഈ സ്പൈറൽ മോഡൽ യൂസ് ചെയ്യും. ഓക്കെ, സ്പൈറൽ മോഡൽ ഈസ് സിമിലർ ടു വാട്ട്? ഇൻക്രിമെൻ്റൽ മോഡൽ വിത്ത് മോർ എംഫസിസ് പ്ലേസ്ഡ് ഓൺ റിസ്ക്. ഫോർ എക്സാമ്പിൾ, ദി റിസ്ക് ഇൻവോൾവ് ഇൻ ആക്സസിങ് ഡേറ്റ ഫ്രം റിമോട്ട് ഡേറ്റാബേസ് ക്യാൻ ബി remote database, the data race might be too slow. The risk can be resolved by building a prototype of the data as a subsystem. Okay, the spiral model is an evolutionary software process model that couples the iterative nature of the prototyping. Okay, prototyping iterative nature with the controlled and systematic aspect of the waterfall model. Okay, വാട്ടർഫോൾ മോഡലിൻ്റെയും ഐട്രേറ്റീവ് മോഡലിൻ്റെയും ഒരു കോമ്പിനേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത്. അതായത് ഐട്രേറ്റീവ് പ്രോട്ടോടൈപ്പ് മോഡലിൻ്റെയും വാട്ടർഫോൾ മോഡലിൻ്റെയും ഒരു കോമ്പിനേഷൻ. Okay, it provides the potential for rapid development of increasingly more complete version of this software. അപ്പോൾ ഇതാണ് ഒരു സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് ഈ ഓരോ സ്പൈറൽ ഈ ഓരോന്നും ഈ ഓരോ സ്പൈറൽ എന്ന് പറയുന്നതും അത് ഓരോന്നും SDLC, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ ഫേസസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് പ്ലാന്, അതായത് യൂസർ റിക്വയർമെൻറ്റ്സ് ഗ്യാദർ ചെയ്തിട്ട് ഒരു പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്ക് ഇതാകുന്ന സമയത്ത് അതിൽ വരുന്ന എന്തൊക്കെയാണ് റിസ്ക് അനാലിസിസ് ചെയ്യുന്നു. ഓക്കെ, ആദ്യത്തെ ഒരു പ്രോട്ടോടൈപ്പ് മോഡൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിൽ ഡിസൈന്, കോഡിങ്ങും എല്ലാം വെച്ചിട്ട് അതെന്താണ് കസ്റ്റമർക്ക് കൊടുക്കും. ഓക്കെ, കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് അത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലും അപ്പം പ്രോട്ടോടൈപ്പ് 1 കഴിഞ്ഞു. അടുത്ത ഇതേ സംഭവം തന്നെ റിക്വയർമെൻറ്റ്സ്, റിസ്ക് അനാലിസിസ്, കസ്റ്റമറിൽ നിന്ന് എടുത്തിട്ടുള്ള ഫീഡ്ബാക്ക് വെച്ചിട്ടും അവരുടെ അടുത്ത റിക്വയർമെൻറ്റ്സും എന്തൊക്കെയാണ് ചേഞ്ചസും അതൊക്കെ വെച്ചിട്ട് പ്രോട്ടോടൈപ്പ് 2 ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത അത് കംപ്ലീറ്റ് ആണ്. ഇവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് ആണ് എങ്കിൽ നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് കൊടുക്കും. ഓക്കെ, ഫൈനൽ പ്രൊഡക്റ്റ്, അതിൻ്റെ ഫൈനൽ ഡിസൈന്, കോഡിങ് എല്ലാം ചെയ്തു, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട്, റിവ്യൂ ആൻഡ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ഷിപ്പ് ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത് ഒരിക്കലും ഒരു പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് എത്ര സ്പൈറൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രോട്ടോടൈപ്പ് 1, 2 മാത്രമേ കണ്ടുള്ളൂ. ചില പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടൊക്കെ ഈ സ്പൈറൽ അപ്പം ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് 1 വന്നു. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സ് അതിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണം, അതുപോലെ തന്നെ ഇങ്ങനത്തെ ചേഞ്ചസ് വേണം. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോട്ടോടൈപ്പ് 2 ക്രിയേറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? പ്രോട്ടോടൈപ്പ് 2 ക്രിയേറ്റ് ചെയ്തു. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം പ്രോട്ടോടൈപ്പിൽ അവർ കൊടുത്ത കാര്യങ്ങൾ പ്ലസ്
എന്താണ് കസ്റ്റമർ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി അത് പ്ലസ് പുതിയ എന്തൊക്കെയാണോ റിക്വയർമെൻറ്റ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളതാണ് പ്രോട്ടോടൈപ്പ് 2 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറച്ച് റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് ആദ്യം ഒന്ന് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു, അതിൽ കസ്റ്റമർക്ക് കൊടുത്തു. ദെൻ അടുത്ത് എന്താണ്, കുറേ റിക്വയർമെൻറ്റ്സ് 2 വെച്ചിട്ട് കുറേ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അത് രണ്ടാമത്തത്. അങ്ങനെയാണ് വരുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓരോ പ്രാവശ്യവും എന്താണ് ചേഞ്ചസ് വരുത്തുന്നതനുസരിച്ച് ഇപ്പോൾ പ്രോട്ടോടൈപ്പ് 1 ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം യൂസറിന് കൊടുത്ത് കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് ചേഞ്ചസും അവർക്ക് പുതിയ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണോ വേണ്ടത് അതും ഓക്കെ എല്ലാം കൂടെ വെച്ചിട്ടാണ് അടുത്ത പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു സ്പൈറൽ എന്ന് പറയുന്നത് എന്താണ്, അത് ഡിപ്പെൻഡ് ഓൺ പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഓക്കെ, ഹിയർ എക്സാക്ട് നമ്പർ ഓഫ് ലൂപ്സ് ഓഫ് ദി സ്പൈറൽ ഈസ് അൺനോൺ ആൻഡ് ക്യാൻ വേരി ഫ്രം പ്രൊജക്റ്റ് ടു പ്രൊജക്റ്റ്. ഈച്ച് ലൂപ്പ് ഓഫ് ദി സ്പൈറൽ ഈസ് കോൾഡ് എ ഫേസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്. ഈച്ച് ലൂപ്പ് ഓഫ് the first circuit around the spiral might be result in the development of product specification. ഓക്കെ, എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത. ഓക്കെ, സബ്സീക്വൻറ്റ് പാസസ് അറൗണ്ട് ദി സ്പൈറൽ മൈറ്റ് ബി യൂസ്ഡ് ടു ഡെവലപ്പ് എ പ്രോട്ടോടൈപ്പ്. ഈ ഒരു പ്ലാനിങ് കഴിഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് എന്തിലേക്കാണ്, ഫസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യാണ്, അടുത്ത ഫേസിലേക്ക് പ്രോട്ടോടൈപ്പ് 2, അടുത്ത ഫേസിൽ പ്രോട്ടോടൈപ്പ് 3. ഓക്കെ, അതാണ്. കോസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ആർ അഡ്ജസ്റ്റഡ് ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് ഡിറൈവ്ഡ് ഫ്രം കസ്റ്റമർ ആഫ്റ്റർ ഡെലിവറി. അപ്പോൾ കസ്റ്റമറിന് കൊടുത്തു, ദെൻ അടുത്ത ഷെഡ്യൂൾ അതിൽ വരുന്ന കോസ്റ്റും ഒക്കെ എന്താണ് കസ്റ്റമറിൻ്റെ ഈ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പം സ്പൈറൽ മോഡൽ ഫേസസ് ആണ് പറയുന്നത്. ഒന്ന് പ്ലാനിങ്, ഇറ്റ് ഇൻക്ലൂഡ് എസ്റ്റിമേറ്റിംഗ് ദി. അപ്പം പ്ലാനിങ് എന്താണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ദി എസ്റ്റിമേറ്റിംഗ് ദി കോസ്റ്റ്, ഷെഡ്യൂൾ ആൻഡ് റിസോഴ്സസ് ഫോർ ദി ഐട്രേഷൻ. ഇതൊക്കെ എത്ര കോസ്റ്റ് വരും, എത്ര ഇത് എങ്ങനെ അതിൻ്റെ ടൈമിങ് എപ്പോൾ തീരണം, എത്ര ഇതാണ്, എത്ര പേര് വേണം, അങ്ങനത്തെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തൊക്കെ റിസോഴ്സസ് വേണം. ഇറ്റ് ഓൾസോ ഇൻവോൾവ് അണ്ടർസ്റ്റാൻഡിങ് ദി സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ഫോർ കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സിസ്റ്റം അനലിസ്റ്റ് ആൻഡ് ദി കസ്റ്റമർ. ഓക്കെ, ദെൻ റിസ്ക് അനാലിസിസ്, ഐഡൻറ്റിഫൈങ് ഓഫ് പൊട്ടൻഷ്യൽ റിസ്ക് ഈസ് ഡൺ while risk mitigation strategies planned and finalized. Engineering, it includes testing, coding and deploying software at the customer site. Okay, then evaluation of software by the customer also includes identifying and monitoring risks such as schedule slippage and cost overrun. Okay, advantages എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, അഡീഷണൽ ഫങ്ഷണാലിറ്റി ഓർ ചേഞ്ചസ് ക്യാൻ ബി ഡൺ അറ്റ് ലേറ്റർ സ്റ്റേജ്. ഓക്കെ, എന്തൊക്കെ ചേഞ്ചസും ഫങ്ഷണാലിറ്റി ആഡ് ചെയ്യാന്നൊക്കെ അതൊക്കെ ലേറ്റർ സ്റ്റേജിൽ ചെയ്യാൻ പറ്റും. കോസ്റ്റ് എസ്റ്റിമേഷൻ ബിക്കം ഈസി as the prototype building is done in small fragment. Okay, then development is fast and features are added in systematic way. There is always a space for customer feedback. Continuous or repeated development helps in risk management. Disadvantages എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, it works best for large projects, only also demand risk assessment expertise. Okay, documentation is more as it has intermediate phases. ഓക്കെ, കുറേ ഫേസസ് വേണം, ഡോക്യുമെൻറ്റേഷൻ കൂടുതലുണ്ടായിരിക്കും. റിസ്ക് ഓഫ് നോട്ട് മീറ്റിംഗ് ദി ഷെഡ്യൂൾ ഓർ ബഡ്ജറ്റ്. ഓക്കെ, ഇപ്പം കോസ്റ്റ് അത് പ്രോട്ടോടൈപ്പ് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ബഡ്ജറ്റിലും ഷെഡ്യൂളിലും ഒക്കെ റിസ്ക് ഉണ്ടാവാം. ഓക്കെ, ഇത്രയാണ് ഇവല്യൂഷൻ